ചൈന ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ദിനേശ് മാത്രം നാട്ടിലേക്ക് മടങ്ങിയില്ല. കാരണം മീരയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് 2 ദിവസം കഴിഞ്ഞായിരുന്നു. അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ അവന് കഴിഞ്ഞില്ല. അവൻ മീരയുടെ പിന്നാലെ അവൾ കാണാതെ നിന്നു. അങ്ങനെ രാത്രിയായപ്പോൾ മീര മദ്യപിക്കാൻ ഒരു കടയിൽ പോയി. വിഷമം കാരണം അവൾ നന്നായി മദ്യപിച്ചു. അവൾക്ക് നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവിടെ നല്ല കാറ്റും മഞ്ഞുമുണ്ടായിരുന്നു. അവൾ നടക്കുന്ന സമയം ദിനേശിന് അവളെ ഒരു സ്ഥലത്തുനിന്ന് കാണാതെ വന്നു. അവൻ കുറേ നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. അവൻ വെപ്രാലപ്പെട്ടുപോയി ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ കണ്ടുപിടിച്ചു. അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിറ്റേന്നാണ് അവൾക്ക് ബോധം വന്നത്. പക്ഷേ അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഡോക്ടർ ചെക്ക് ചെയ്തു നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ഒരു ദിവസത്തെ കാര്യങ്ങളും ഇത്രയും നാളും നടന്നതൊന്നും ഓർമ്മയുണ്ടാകില്ല എന്ന് ഡോക്ടർ ദിനേശിനോട് പറയുന്നത്. ഒന്ന് കിടന്നുറങ്ങിയാൽ അവൾക്കെല്ലാം ഓർമ്മ വരുമെന്നും ഡോക്ടർ പറഞ്ഞു. മീര അവിടെ വെച്ച് ദിനേശിനെ കണ്ടപ്പോൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഇത് നിന്റെ ലവ്വറാണെന്ന് തോന്നുന്നു, രാത്രി മുതൽ ഇവിടെത്തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദിനേശും ലവ്വറാണെന്ന് കള്ളം പറഞ്ഞു. അവൾ അത് വിശ്വസിച്ചില്ല. അപ്പൊ നമ്മൾ ഒന്നിച്ചുള്ള ഫോട്ടോ കാണിച്ചു താന്ന് മീര പറഞ്ഞു. നമ്മുടെ ലവ് സീക്രട്ട് ആയതുകൊണ്ട് അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല എന്നവൻ പറഞ്ഞു. അത് അവൾക്കത്ര സത്യമായി തോന്നിയില്ല. അതുകാരണം അവൻ ഓഫീസിലെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ മീര അവനെ വിശ്വസിച്ചു. അങ്ങനെ അവളും അവനും എല്ലാ സ്ഥലങ്ങളും കറങ്ങിക്കണ്ടു. അവൾക്ക് ചൈനയിൽ കുറെ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതെല്ലാം ദിനേശ് സാധിച്ചുകൊടുത്തു. അതിന്റെ സന്തോഷത്തിൽ അവൾ അവനെ കിസ് ചെയ്യാൻ പോയി. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്. ഞാൻ നിന്റെ ലവ്വറല്ല. നമ്മുടെ ഓഫീസിലെ ബോസിനെയാണ് നീ ലവ് ചെയ്തിരുന്നത്. ബോസ് നിന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു. അതുകാരണം നീ മദ്യപിച്ച് ഹോസ്പിറ്റലിൽ ആയതാണ്. അത് കേട്ടതും അവൾ അവനോട് ദേഷ്യപ്പെട്ട് പുറത്തുപോകാൻ പറഞ്ഞു. അവൾ വേഗം നിഖിലിന് ഫോൺ വിളിച്ച് സംസാരിക്കാൻ നോക്കി. പക്ഷേ നിഖിൽ അവളോട് എന്റെ ഭാര്യയുണ്ട്, നീ എന്തിനാ എനിക്ക് ഫോൺ ഇപ്പോൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോൾ അവൾക്ക് മനസ്സിലായി നിഖിൽ ചതിച്ചതാണെന്ന്.